കൊല്ലത്തേക്ക് പോയാലോ? കൊല്ലം കോർപ്പറേഷനൊപ്പം കൊട്ടാരക്കര നഗരസഭകൾ എന്ത് പറയുന്നു മനോജ്? ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ ശക്തികുളങ്ങര 2ാം വാർഡിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കൊല്ലം കോർപ്പറേഷനിലടക്കം നടക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ നിന്ന് UDFന്റെ സീറ്റാണ് പിടിച്ചെടുത്തിരിക്കുന്നത് NDA. അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ 10ാം വാർഡിൽ വിജയിച്ചിരിക്കുന്നു. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നഗരസഭകളിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കൊട്ടാരക്കരയുടെ തന്നെ മറ്റ് വാർഡുകൾ എണ്ണുമ്പോൾ അതിലും ലീഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കോർപ്പറേഷനിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ്. ഇവിടെ ഷിജി S പ്രമോദാണ് ശക്തികുളങ്ങര 2ാം വാർഡിൽ വിജയിച്ചിരിക്കുന്നത്. അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളടക്കം ഇപ്പോൾ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് വിവിധ മുന്നണികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും UDFും അതുപോലെ തന്നെയാണ് ഈ കോർപ്പറേഷനിൽ അവരുടേതായിട്ടുള്ള വാർഡുകളിൽ, അതായത് സിറ്റിംഗ് വാർഡുകൾ പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് തന്നെയാണ്. പക്ഷേ അവരുടെ സിറ്റിംഗ് വാർഡാണ് ഇപ്പോൾ BJP പിടിച്ചെടുത്തിരിക്കുന്നത്. സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില റിസൾട്ടുകളാണ് കോഴിക്കോട്ട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പച്ചമ്പൽ വാർഡ് മേയറുടെയും CPMന്റെയും ഉറച്ച കോട്ട. ആ കോട്ടയിൽ 1148ന്റെ ലീഡ് NDA സ്ഥാനാർത്ഥി റനീഷ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്രത്തോളം പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് താഴെക്കടയിലേക്ക് ഹൃദയങ്ങളിലേക്ക് വന്നു എന്ന് ഇവിടെ എടുത്തു പറയേണ്ടി വരും. കുതിരവട്ടം, പൊറ്റമ്പൽ, പുതിയറ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. പുതിയറയിൽ ബിന്ദു ഉദയകുമാർ 795 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കുതിരവട്ടത്ത് 952. തലശ്ശേരിയിലേക്ക് പോകാം. അവിടെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ 8 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യും. കൊടുങ്ങല്ലൂർ നഗരസഭ NDAക്ക് ലീഡ്. NDA 4 സീറ്റുകൾ, LDF 2 സീറ്റുകൾ, UDF 1 സീറ്റ്. എന്തായാലും കൊടുങ്ങല്ലൂർ നഗരസഭയും അതോടൊപ്പം തന്നെ തലശ്ശേരി നഗരസഭയിലും BJPയുടെ മുന്നേറ്റമുണ്ട്. പ്രത്യേകിച്ച് തലശ്ശേരി നമുക്കറിയാം CPMന്റെ സംഘർഷ രാഷ്ട്രീയങ്ങളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിളനിലമായിരുന്നു ഒരു കാലത്ത്. അവിടെ ഇപ്പോൾ 8 സീറ്റുകളിൽ ഈ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ച 1 മണിക്കൂർ മാത്രം പിന്നിടുന്ന ഘട്ടത്തിൽ കണ്ണൂരിന്റെ മണ്ണിലും BJPയുടെ വലിയ മുന്നേറ്റം. ഈ പലയിടങ്ങളിലും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ പലയിടത്തിലും ലീഗിന് വിമതക്കാരെ കൊണ്ട് ശല്യമായിരുന്നു. അവിടെ ഇപ്പോ ചില റിസൾട്ടുകൾ വരുന്നത് ലീഗിന് അത്ര ആശ്വാസമല്ല. ഇതാ പിന്നെ കൊടുവള്ളി നഗരസഭയിൽ ലീഗ് വിമതന് 20ാം വാർഡിൽ ഷറഫ് വിജയിച്ച് കയറിയിരിക്കുകയാണ്. ലീഗിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. തൊടുപുഴ നഗരസഭയിലെ വാർഡ് 25ൽ BJP സ്ഥാനാർത്ഥി വിജയകുമാരി വിജയിച്ചിരിക്കുകയാണ്. തൊടുപുഴയിൽ അപ്പോൾ BJP അവരുടെ ആ ഒരു സംഘടനാ സംവിധാനം അങ്ങനെ നിലനിർത്തി പോയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു നഗരസഭയാണ് തൊടുപുഴ. അവിടെ BJPയുടെ മുന്നേറ്റം കാണാൻ കഴിയും. പൂഞ്ഞാർ PC ജോർജ് തിരിച്ചെത്തിയതിനു ശേഷം പൂഞ്ഞാർ എന്ത് പറയുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര വാർഡ് 1 പൂഞ്ഞാർ ടൗൺ ടെസ്സി ബിജു BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. വാർഡ് 2 കല്ലേക്കുള മിനർവ മോഹൻ വിജയിച്ചു. ഭൂരിപക്ഷം 71. അത് എടുത്തു പറയേണ്ടതാണ്. മിനർവ മോഹൻ, PC ജോർജ് അങ്ങേക്കും വലിയ രീതിയിൽ തന്നെ അഭിമാനിക്കാം. പൂഞ്ഞാറിൽ 2 വാർഡുകൾ കൃത്യമായി തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു. ആലുവ നഗരസഭ 4ാം വാർഡ് NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി രജനി ശ്രീകാന്താണ് വിജയിച്ചിരിക്കുന്നത്. തൊടുപുഴ നഗരസഭയിൽ വാർഡ് 25 BJPയുടെ സ്ഥാനാർത്ഥി വിജയകുമാരി 405 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. കൊട്ടാരക്കര നഗരസഭയിൽ 14ാം വാർഡും NDAക്ക് ജയം ഉണ്ടായിരിക്കുകയാണ്. സിന്ധു ഹരികുമാറാണ് വിജയിച്ചത്. പൂഞ്ഞാർ പഞ്ചായത്ത് വാർഡ് 8 പുള്ളിക്കപ്പാലം അരവിന്ദ് BJP വിജയിച്ചിരിക്കുകയാണ്. ജിഹാദി ശക്തികളുടെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചാണ് ഷോൺ ജോർജും അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ദേശീയതയുടെ പാതയിലേക്ക് അവർ വരുമ്പോൾ വലിയ തോതിലുള്ള എതിർപ്പുകൾ അവർക്ക്. ആലപ്പാട് പഞ്ചായത്ത് 1ാം വാർഡ് BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. വീണ്ടും തിരുവനന്തപുരം നഗരസഭയിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എനിക്കൊന്ന് ബിനീഷ് തത്സമയം ചേരുന്നുണ്ടെങ്കിൽ ബിനീഷിന് കൃത്യമായത് പറയാൻ സാധിക്കും. ഇനി എണ്ണാനുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, എത്രത്തോളം മേഖലകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന സ്ഥലങ്ങളിലാണ്, അവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ബിനീഷ്? 16 സീറ്റ്, 16 ഇടങ്ങളിൽ NDA മുന്നേറ്റമാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. വർക്കല നഗരസഭയിൽ 2 വാർഡുകളിൽ NDA മുന്നിലാണ് എന്നുള്ളതാണ്. കാരണം വർക്കല BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയായി അടുത്ത കാലത്ത് മാറിയ ഒരു സ്ഥലമാണ്. അവിടുത്തെ അപ്ഡേഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP നേതാവ് V മുരളീധരൻ അദ്ദേഹം ആറ്റിങ്ങൽ ലോക്സഭയിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ മേഖലയാണ് ഈ ആറ്റിങ്ങലും. BJPയുടെ സരിയു വിജയിച്ചിരിക്കുകയാണ്. 153 വോട്ടിലാണ് വിജയിച്ചത്. നമ്മുടെ ഓഡിയോ ചീഫ് ഗോവിന്ദ് അത് വ്യക്തമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ
നമ്മളെ പ്രധാനപ്പെട്ട ജനകുടുംബത്തിലെ ആളുകളൊക്കെ പ്രചരണത്ത് പോയ പലയിടത്തും വിജയിക്കുന്നുണ്ട്. തീർച്ചയായും മാരാജി ഭവനിലും BJP സംസ്ഥാന അധ്യക്ഷൻ ദയവായി ശ്രദ്ധിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കണക്ക് ശാമ വരുന്നുണ്ട്. അവിടെ LDF-ന്റെ മുന്നേറ്റമാണ്. 6 LDF, UDF 3 NDA 1 സീറ്റിലാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ വെങ്ങാനൂരിൽ ലീഡ് മലയനഗരി ഡിവിഷനിൽ താഴെ പോയിട്ടുണ്ടാവും. തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ NDA സ്ഥാനാർത്ഥി ശ്യാമള വിജയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ NDA ഒരിടത്ത് വിജയിച്ചിരിക്കുന്നു. കുട്ടപ്പന വാർഡിൽ NDA സ്ഥാനാർത്ഥി സുപ്രിയ മഹേഷ് മുന്നിട്ട് നിൽക്കുകയാണ്. തീക്കോയ് വാർഡ് 1 സീന ജോമോൻ വിജയിച്ചിട്ടുണ്ട്. തൊടുപുഴ നഗരസഭ 9ാം വാർഡ് BJPയുടെ സ്ഥാനാർത്ഥി ശ്രീജ രാജേഷ് വിജയിച്ചിരിക്കുകയാണ്. UDF നിന്ന് പിടിച്ചെടുക്കുകയാണ്. BJP വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ്. കൊച്ചി കോർപ്പറേഷനിൽ ആദ്യ ജയം BJPക്ക്. ഐലൻഡ് നോർത്ത് വാർഡിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചതായാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കൊച്ചി ബ്യൂറോ കൊച്ചി കോർപ്പറേഷനിൽ ആദ്യത്തെ വിജയം BJPക്ക്. ഒപ്പം തൊടുപുഴ നഗരസഭയിലെ 9ാം വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീജ രാജേഷ് വിജയിച്ചിരിക്കുന്നു. UDF-ൽ നിന്നും ഈ സീറ്റ് തിരിച്ചു പിടിച്ചതാണ്. തീക്കോയ് വാർഡ് 1 സിനു ജോമോൻ BJPയുടെ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ തൊടുപുഴ നഗരസഭയിൽ BJPയുടെ ഒരു വലിയ മുന്നേറ്റം. കഴിഞ്ഞ തവണയും BJPക്ക് അവിടെ 8 സീറ്റുകൾ ഉണ്ടായിരുന്നതാണ്. ഈ തവണ അത് 10-ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടൊരു പ്രധാന പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് മാറുക എന്നത് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ BJP പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. പാലക്കാട്ടെ പഞ്ചായത്തുകളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. ഗ്രാമപഞ്ചായത്തുകളിൽ പാലക്കാട് BJPയുടെ മുന്നേറ്റം. മലമ്പുഴയിൽ 6 സീറ്റുകളിൽ ഗ്രാമപഞ്ചായത്തിൽ ലീഡ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ 2 BJP ലീഡ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട പോരാട്ടം നടന്ന സ്ഥലമാണ്. കാരണം നമ്മുടെ ജനസഭ അവിടെയാണ് നടത്തിയത്. ഈ അകത്തേത്തറ പഞ്ചായത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ തവണ 10 സീറ്റ് LDF-നും 7 സീറ്റ് NDA-ക്ക് ആയിരുന്നു. അവിടെ UDF അട്ടപൂജയായിരുന്നു. ഇത്തവണ NDA അധികാരം പിടിക്കുമെന്ന് പറഞ്ഞൊരു പഞ്ചായത്താണ്. പുത്തൂരിൽ 6 ലീഡ് ചെയ്യുന്നുണ്ട്. പുതുപരിയായത്ത് 3 സീറ്റിൽ ലീഡ്, കൊടുമ്പ ലീഡ്. അങ്ങനെ അതായത് അരുൺ സൂചിപ്പിക്കുന്നത് ഈ പാലക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ, ഈ ഷൊർണൂരിലും പാലക്കാട് മാത്രമല്ല ഗ്രാമീണ മേഖലകൾ അത് പലതും ഇടതിന്റെ ഈ തച്ചോട്ടുകാവ് BJP സരിയു നേരത്തെ വിജയിച്ചിട്ടുണ്ട്. വെളുവൂർക്കൽ പഞ്ചായത്തിൽ. ഒപ്പം തന്നെ 5ാം വാർഡ് പേയാട് 5ാം വാർഡ് മഹേഷ് കുമാർ NDA സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു കൊച്ചി കോർപ്പറേഷനിൽ ആദ്യ ജയം BJPക്കാണെന്ന് നമ്മൾ നേരത്തെ പങ്കുവച്ചു. ചോറോട് പഞ്ചായത്ത് RMP സീറ്റ് 4ാം വാർഡ് LDF പിടിച്ചെടുത്തിട്ടുണ്ട് 24 വോട്ടിന്. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൽ NDA-യുടെ ലീഡാണ്. കാസർഗോഡ് മറ്റൊരു പഞ്ചായത്തിൽ കൂടി BJP ലീഡ്. തിരുവനന്തപുരം നഗരസഭ വീണ്ടും മാറി വരികയാണ്. ഗൗതം 17 സീറ്റിലേക്ക് NDA വരുന്നു, 13 സീറ്റിൽ LDF. UDF 8. കോൺഗ്രസിന്റെ നില അല്പമൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. ശ്യാമ നേരത്തെ 2 സീറ്റിലേക്ക് അവർ ചുരുങ്ങിയതാണ്. ഇപ്പോൾ ഈ UDF 8 തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടെ NDA-യുടെ ഒരു മുന്നേറ്റം വീണ്ടും കാണുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA BJP 17 വാർഡുകളിൽ ഇപ്പോൾ ഒന്നാമത്. കരുമം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ആശാനാഥ് NDA സ്ഥാനാർത്ഥി മത്സരിച്ച് നമ്മുടെ ഫ്ലോർ ഇരിക്കുന്ന ഈ ജനൻ ടിവിയുടെ ആസ്ഥാനം നിലനിൽക്കുന്ന വാർഡ് കൂടിയാണ് കരുമം. അപ്പൊ നമുക്ക് വലിയ അവിടെ ആശാനാഥ്. ഒപ്പം പാപ്പനംകോട് ആശാ നേരത്തെ സിറ്റി കൗൺസിലായിരുന്ന പാപ്പനംകോട് നിറമൺകര ഹരി മത്സരിക്കുന്ന. കരമനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു നെടുങ്ങാട് വാർഡ് പിടിച്ചെടുത്ത വളരെ പ്രധാനപ്പെട്ട വജ്രായുധമാണ് കരമന അജിത്ത് BJPയുടെ. അദ്ദേഹം മത്സരിക്കുന്ന കരമന വാർഡ് കരുമാണ് നമ്മുടെ സജി അല്ല അപ്പം നെടുങ്ങാട് വാർഡുകൾ, നെടുങ്ങാട് മഞ്ജു ചേച്ചിയാണ് മത്സരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട വളരെ എന്താ പറയാ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. തൊടുപുഴ നഗരസഭയിൽ BJPയുടെ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുന്നുണ്ട്. 22ാം വാർഡിൽ ജിതേഷ്, 24-ൽ രേണുക, 25-ൽ വിജയകുമാരി, 26-ൽ രാജേശ്വരി, 9-ൽ ശ്രീജ രാജേഷ്, 6-ൽ ഗോപൻ. അങ്ങനെ ഏതാണ്ട് 6 വാർഡുകളിൽ ഇതിൽ വിജയിക്കാൻ ഇനി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട വാർഡുകൾ അതുകൂടി നമുക്കൊന്ന് എടുത്തു പറയാം. പാപ്പനംകോട്, കരമന, കാലടി, കരുമം, നെടുങ്ങാട് ഇതൊക്കെ BJPക്ക് വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള ഉറച്ച മണ്ഡലങ്ങൾ കൂടിയാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇപ്പൊ ഒന്ന് വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. സ്വാഭാവികമായിട്ടും LDF-ഉം NDA തമ്മിലുള്ള വലിയ വാശിയേറിയ പോരാട്ടമാണ്. പക്ഷെ അവിടെ ഇപ്പോഴും ഒരു എഡ്ജ് സ്വാഭാവികമായിട്ടും NDAക്ക് തന്നെയാണ്.
അപ്പം ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കാത്ത രീതിയിലാണ് അല്ലേ? ഇതിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്കൊപ്പം എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. നേരത്തെ വിനീഷ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു. നമ്മൾ 9 മണിക്കാണ് ബിനീഷിലേക്ക് പോയത്. 9 മണി ഇപ്പോൾ 9:23 9 മണിക്ക് ബിനീഷ് ഈ കാര്യം പറഞ്ഞതാണ്. അതായത് ആദ്യത്തെ ലീഡ് വെച്ച് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ അളക്കാൻ പറ്റില്ല എന്നാണ് ബിനീഷ് അപ്പോൾ പറഞ്ഞത്. ബിനീഷ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ സമയം 9:23 ആയിരിക്കുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ വോട്ടെണ്ണൽ പിന്നിടുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു സ്വഭാവം എന്താണ്? തിരുവനന്തപുരത്തെ BJP ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ BJPയുടെ ഒരു വോട്ടെണ്ണൽ അല്ലെങ്കിൽ പോളിംഗ് വോട്ടെണ്ണൽ നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴക്കൂട്ടത്ത് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. സൈനിക സ്കൂൾ 2ാം വാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ, അവിടെ BJP ലീഡ് ചെയ്യുന്നു. അടുത്ത് ചന്തവിള UDF ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടം 2ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് LDF ആണ്. അടുത്ത ഞണ്ടൂർക്കോണം BJP ലീഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ ചെങ്കോട്ടുകോണം BJP ലീഡ് ചെയ്യുന്നു. ചെമ്പഴന്തി BJP ലീഡ് ചെയ്യുന്നു. പാങ്ങപ്പാറ BJP ലീഡ് ചെയ്യുന്നു. ശ്രീകാര്യം BJP പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അവിടെ ചെറിയ മാർജിനിൽ LDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ചെട്ടിവിളാകം BJP ലീഡ് ചെയ്യുന്നു. ഉള്ളൂർ BJP ലീഡ് ചെയ്യുന്നു. നേമം BJP ലീഡ് ചെയ്യുന്നു. മേലാങ്കോട് BJP ലീഡ് ചെയ്യുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് ശ്രീവരാഹം BJP ലീഡ് ചെയ്യുന്നു. മണക്കാട് BJP ലീഡ് ചെയ്യുന്നു. ചാല BJP ലീഡ് ചെയ്യുന്നു. ഫോർട്ട് BJP ലീഡ് ചെയ്യുന്നു. പെരുന്താന്നി BJP ലീഡ് ചെയ്യുന്നു. ശ്രീകണ്ഠേശ്വരം BJP ലീഡ് ചെയ്യുന്നു. തമ്പാനൂർ BJP ലീഡ് ചെയ്യുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ കട്ടയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആരായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാകുക, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആരായിരിക്കും മേൽക്കൈ കണ്ടെത്തുക എന്ന സാഹചര്യം ഇപ്പോഴും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, LDF പഴയ കേന്ദ്രങ്ങൾ ഇപ്പോഴും LDFൻ്റെ പഴയ കേന്ദ്രങ്ങൾ നിലനിർത്തുന്നു. ചില കേന്ദ്രങ്ങൾ LDFിൽ നിന്ന് BJP നിലവിലെ സാഹചര്യത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. UDF ചെറിയ തോതിൽ ഇപ്പോൾ നില മെച്ചപ്പെടുത്തുന്നു എന്നതാണ്. UDF പ്രധാനമായും നില മെച്ചപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കോവളം നിയോജക മണ്ഡലം പ്രദേശത്താണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലാണ് അപ്ഡേഷൻ വരുന്നു. റനീഷ് വിജയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മിനിറ്റ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയും കൂടി ഞാൻ പറഞ്ഞോട്ടെ. മുനമ്പത്ത് BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. പള്ളിപ്പുറം പഞ്ചായത്ത് 1ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി കുഞ്ഞിമോൻ അഗസ്റ്റിൻ. പ്രിയപ്പെട്ടവരെ, ഒന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, കാതു തുറന്ന് കേൾക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിജയമാണ്. മുനമ്പത്ത് BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. പള്ളിപ്പുറം പഞ്ചായത്ത് 1ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി കുഞ്ഞിമോൻ അഗസ്റ്റിനാണ് വിജയം കണ്ടെത്തിയിരിക്കുന്നത്. വഖഫ് അധിനിവേശ മേഖലയിൽ വലിയ രീതിയിലുള്ള BJP മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ചങ്ങനാശ്ശേരി നഗരസഭ അവിടെ BJPക്ക് മുന്നേറ്റമുണ്ട്. ചങ്ങനാശ്ശേരി NSSന്റെ ഒക്കെ ആസ്ഥാനം ഇരിക്കുന്ന പെരുന്നയൊക്കെ ഇരിക്കുന്ന നഗരസഭയാണ്. അവിടെയും BJP നിരവധി വാർഡുകളിൽ ലീഡ് ചെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡിവിഷൻ NDA സ്ഥാനാർത്ഥി മുംതാസ് വിജയിച്ചിരിക്കുകയാണ്. 80 വോട്ട്. തൃശൂർ കോർപ്പറേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈറ്റ് നടക്കുന്ന മേഖല കൂടിയാണ് കണ്ണംകുളങ്ങര ഡിവിഷൻ. അവിടെ NDA സ്ഥാനാർത്ഥി മുംതാസ് വിജയിച്ചിരിക്കുകയാണ്. ഒരുപാട് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നഗരസഭയിൽ 6ാം വാർഡിൽ NDA സ്ഥാനാർത്ഥി S ഗിരിജാദേവി വിജയിച്ചിരിക്കുന്നു എന്നാണ്